ഇപ്പോൾ 9 ഫിലിം എന്നുള്ളതാണ് ഇതുവരെ വന്നത്. 38 നമുക്ക് മൊത്തം കളിക്കാനുള്ളത്. 9 ഫിലിമിൽ ഇപ്പോൾ ലാസ്റ്റ് പേഴ്സ്റ്റിൻ ബബിൾസ് വരെ വന്നു. ഇനി ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിങ് എന്നുള്ള രീതിയിലാണ് പിന്നെയും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കൂച്ചുവിലങ്ങും മാളവികം അനിൽകുമാറും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു 2 ലെറ്റേഴ്സ്, അതാണ് 5 മണി വരെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടുമ്പോൾ ഏകദേശം 2 മണിക്കൂർ കറക്റ്റാണ്. ഇതിനകത്ത് ചില അവാർഡ്സ് വന്ന ഫിലിമുകളുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പൊ അത് ബ്രീസ് എന്ന് പറഞ്ഞ ആ ഫിലിമിനാണ് 10 മിനിറ്റ് കാറ്റഗറിയിൽ മികച്ച ബാലനടന കിട്ടിയിട്ടുള്ളത്. ബ്രീസ് ആദ്യം കളിച്ചത്. പിന്നെ ആ നിർഭയ എന്നുള്ളതിന് ആ നടി ഒരു സ്പെഷ്യൽ ജൂറി കൊടുത്തു ജഡ്ജ്മെന്റ്. നടി വേറെ ഉണ്ട്, വേറൊരു മികച്ച നടി ഉണ്ട്, ടിയേഴ്സ് ഓഫ് ഡെസേർട്ടിലുണ്ട്. അത് ലാസ്റ്റ് ഡേ ആണ് ഇടുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യൽ ജൂറി നടിക്ക് കൊടുത്തു. ബ്ലാക്ക് എന്നുള്ള സിനിമയ്ക്ക് മികച്ച കല കൊടുത്തു. അതിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ആ പ്രവണത എന്നുള്ളിടത്താണ് ഒരു കുറച്ച് നെഗറ്റീവായത്. കാരണം എക്സിബിഷൻ വെക്കുന്നു, എല്ലാ കൂട്ടുകാരും അറേഞ്ചറാണ്. പിന്നെ വെറുതെ രോഹിതനെ പോലെ കൊണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ഈ സന്ദേശം കൊടുക്കുന്നിടത്ത് നമ്മൾ വെറുതെ എന്തിനാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് അങ്ങനെ അല്ലെങ്കിൽ അത് കുറച്ച് പേര് വാതിൽ തട്ടിയതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പുറത്ത് വേറെ ഒരു കരുത്തിൻ്റെ സംഭവം ഉണ്ട്. നിങ്ങളുടെ പെയിന്റിങ്ങിൻ്റെ എക്സിബിഷൻ വെക്കാൻ പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുറത്ത് ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ അങ്ങനെയാണത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഐഞ്ചലിക്ക ഗ്ലേഷ്യ എന്നുള്ളതിന് മികച്ച കോസ്റ്റ്യൂമോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുള്ളത്. മറ്റത് കണ്ടന്റ് വൈസ് ചെതറിപ്പോയി എന്നുള്ളത്. അമ്മ തൊട്ടിലൊന്നുമില്ല. ബേഴ്സ്റ്റിൻ ബബിളും മികച്ച എക്സ്പെരിമെന്റൽ ഫിലിം എന്നുള്ള രീതിയിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏതാ കളിച്ചത്? ബ്ലാക്കിന് കല കൊടുത്തു. വേറെ ഒരെണ്ണം വന്നത് നിർഭയ, ബ്രീസ്. അന്തയ്ക്കൊന്നും കൊടുത്തില്ല. അത് ആ സൈക്കഡലിക് വിഷയം അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള രീതിയാണത്. അതിന് പ്രത്യേകിച്ച് അമ്മ നഷ്ടപ്പെട്ടൊരു വിഷമം മാത്രമാണ്. ഇനിയിപ്പോൾ രവി ഒന്ന് പറയും, കണ്ട ഫിലിംസിനെ കുറിച്ച് നിങ്ങളുടെ ഒരു 2 പേരെ അഭിപ്രായം കൂടി. ഇങ്ങോട്ട് വരും. കാണികളുടെ കുറവ് വല്ലാണ്ട് ബാധിക്കുന്നുണ്ടോ? അവരൊരു വഹിപ്പില്ല. അതായത് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല് വേണ്ട രീതിയിൽ അങ്ങോട്ട് ഇതായിട്ടില്ല തോന്നുന്നുണ്ട്. പ്രചരണങ്ങളുടെ കുറവുണ്ടോ തോന്നുന്നു. ഫിലിമുകൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഒരു ഫിലിം എന്ന് പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ വ്യത്യസ്തമായിട്ട് ട്രീറ്റ്മെന്റ് 1-2 കണ്ട്. ബ്ലാക്ക് പിന്നെ അവസാനം കണ്ട അതിൻ്റെയൊക്കെ ആവേശം ബബിൾസ്, അത് ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിരുന്നു. മറ്റേ ബ്ലാക്കിൽ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയുടെ പ്രവണത എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഫേസ് ചെയ്യാനുള്ളൊരു ഇതായിരിക്കാം. പുള്ളിയുടെ കല കൊണ്ടുള്ള ഭീഷണി അതായിരിക്കാം പുള്ളിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വിചാരിക്കുന്നു. പൊതുവേ ഈ പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒരു അതിപ്രസരം പലതിലും ഭയങ്കര അരാജകമായിട്ട് തോന്നുന്നു. കുഴപ്പമില്ല, 1-2 വ്യത്യസ്തമായിട്ടുള്ള ഫിലിമുകളുണ്ട്. ഇങ്ങനത്തെ ഫെസ്റ്റിവല് ജനകീയമാക്കണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ ഈ അവാർഡ് വിന്നർ ഫിലിംസിന്റെ അന്നാണ് ഒരുപാട് ആളുകൾ വരിക. ബാക്കി ചിലര് അവരവരുടെ സിനിമ വന്ന് കണ്ടുപോകും എന്നുള്ള അങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ ഇതെല്ലാം യൂട്യൂബിലുള്ള ഫിലിംസാണ് പലത്. അങ്ങനെ വിഷയമുണ്ട്. നമ്മുടെ കോമ്പറ്റീഷന് അങ്ങനെ റെസ്ട്രിക്ഷനൊന്നുമില്ല. യൂട്യൂബിലൊക്കെ ഒരുവിധ ആളുകൾ കണ്ടിട്ടായിരിക്കും എന്നുള്ളതാണ് പലരും അയച്ചു കൊടുത്തിട്ട്. അങ്ങനെ പൊതുവെ അങ്ങനെ ഈ മറ്റ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ വലിയ ഫിലിംസിന്റെ ഫെസ്റ്റിവൽ പോലെയല്ല. ചെറിയ സിനിമകൾ പലയിടത്തും ആൾക്കാർ കുറവെന്നുള്ളതാണ്. പക്ഷെ ലാസ്റ്റ് ഡേ നമുക്ക് ഫുൾ വൈബാണ്. അത് പല കാരണങ്ങളുണ്ട്. അന്ന് എല്ലാവരും അവാർഡ്സ് മേടിക്കാൻ വരുന്നു. പിന്നെ ഏറ്റവും മികച്ച 13 ഫിലിം കാണാം. അങ്ങനെ ഇന്നിപ്പോൾ 5 മണിക്ക് ഉദ്ഘാടനമുണ്ട്. അപ്പം അതിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. നമുക്കും ബ്രേക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ? കൂച്ചുവിലങ്ങ് പിന്നെയും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സംവിധാനം ഗംഗാധരനാണ്. ഓക്കെ. പിന്നെ മാളവികം അത് ഫുൾ മ്യൂസിക്കൽ ജേണിയാണ്. മാളവിക അനിൽകുമാറിൻ്റെ 2 വയസ്സ് മുതലുള്ള
പാട്ടിൽ നിന്ന് തുടങ്ങി മുത്തച്ഛൻ വളർത്തിയെടുത്ത് ഇങ്ങനെ പിന്നെ ശ്രീജ ടീച്ചറുടെ സ്റ്റുഡൻ്റാണ് മാളവിക. അപ്പോൾ അതിൻ്റെ ഗന്ധർവ സംഗീതം കൈരളി ടീൻസ് ജൂനിയറും വിൻ ചെയ്യുന്നത് ഏഷ്യനെറ്റ് സ്റ്റാർ സിംഗർ. അതിനകത്ത് വേറെ മ്യൂസിക്കൊന്നുമില്ല. അവൾ പാടുന്നതും അവൾ കീബോർഡ് വായിക്കുന്നതും മൊത്തം അവളുടെ വർക്ക് മാത്രമാണ്. അവൾ പാടിയ പാട്ടുകൾ മറ്റേ ഫിലിം സോങ്സ് ഒക്കെ പാടുന്നത്, വേറെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വേറെ ഒന്നും പറ്റില്ല. ഫുള്ള് മാളവികയുടെ സിംഗിങ്ങിലൂടെ പോകുന്ന രീതിയാണ് എൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് വരെയുള്ള. അങ്ങനെയാണ് അത് 92. കാണാത്തവരത് കാണുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷം തുടങ്ങാം. ഒരു 2:30 ആകുമ്പോൾ കൂടാ അല്ലേ അവിടെ? ഇപ്പം എത്ര സമയം? ആ